എന്നു പേരുള്ള ഒരു കുട്ടി കോകിലാപുരം ഗ്രാമത്തിൽ രാത്രി സമയത്ത് നദിക്കരയിൽ കളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് അവന് ഒരു മത്സ്യകന്യക കിടക്കുന്നത് കണ്ടത്. എന്റെ ദൈവമേ, ഇതെന്താണ്? മത്സ്യകന്യകയോ? ഭോലു വേഗത്തിൽ തന്നെ മത്സ്യകന്യകയുടെ സഹായത്തിനായി പോയി. ഭോലു പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളമെടുത്ത് മത്സ്യകന്യകയുടെ മുഖത്ത് തളിച്ചു. അപ്പോൾ അവൾക്ക് ബോധം വന്നു. എണീക്ക് എണീക്ക്, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നീ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനല്ലേ കരയേണ്ടത്. നിങ്ങൾ ആരാണ്? എന്റെ പേര് ബോലു. ഇത് കോകിൽഗൂർ ഗ്രാമമാണ്. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും മത്സ്യകന്യക ജീവനോടുണ്ടോ? അയ്യോ, നീ എന്തിനാ കരയുന്നത്? ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും വിട്ടുപോയി. അങ്ങനെയാ ഇവിടെ എത്തിയത്. പിന്നെ 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 എന്താണ്? എനിക്ക് വിശക്കുന്നുണ്ട്. ഭോലു മത്സ്യകന്യകയുടെ വാക്ക് കേട്ട് ചിരിക്കാൻ തുടങ്ങി. ആദ്യം രണ്ടുപേർക്കും കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഭയം അകന്നുപോയി. ഭോലു ആ മത്സ്യകന്യകയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭോലുവിന്റെ മാതാപിതാക്കൾ ആ രൂപം കണ്ട് ഒന്ന് പേടിച്ചുപോയി. എന്താ ഭോലു കുട്ടി, നീ എന്തായി കൊണ്ടുവന്നത്? അമ്മേ, ഇത് ഒന്നും സാധനമൊന്നല്ല. നിങ്ങളെന്താ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഇത് മത്സ്യകന്യകയാണ്. നദിക്കരയിലാണ് ഞാൻ ഇത് കണ്ടത്. പാവം, ഇവളുടെ കുടുംബം തന്നെ ഇവള് വിട്ടിട്ട് വന്നിട്ടുണ്ടോല്ലേ. പിന്നെ ഇപ്പൊ നല്ല വിശപ്പുണ്ടോല്ലേ. എന്താ? അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇപ്പൊ ചോദ്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാം മീനാക്ഷി. ഈ കുട്ടി തന്നെ നിന്നെ ഇപ്പോൾ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. ആദ്യം അവൾക്ക് ഭക്ഷണം കൊടുക്ക്, പിന്നെ അത് നല്ല റെസ്റ്റ് എടുത്തോട്ടെ. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് നാളെ നോക്കിക്കോളാം. ശരി, നിങ്ങൾ പറയുന്നത് പോലെ. മത്സ്യകന്യകക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മീനാക്ഷി അവളെ തന്റെ കൂടെ കിടത്തിയുറക്കി. പിറ്റേ ദിവസം രാവിലെ ഭോലുവും മത്സ്യകന്യകയും ഉറങ്ങുമ്പോൾ മീനാക്ഷി ദിനേശിനോട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ ഇനി എന്താ ചെയ്യാ? അവളെ നമ്മുടെ കൂടെ വളർത്തുകയാണെങ്കിൽ അവൾക്ക് നമ്മളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ? നീയും പറയുന്നത് വളരെ ശരി തന്നെയാണ്. നമ്മളിവിടെ ഒറ്റയ്ക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ആ, എന്തൊരു നല്ല ഭംഗിയുള്ള കുട്ടിയാ. നമ്മുടെ അടുത്ത് വന്നപ്പോഴേ പരിചയത്തിലായി. ഇവിടെ ജനങ്ങളുടെ അടുത്ത് പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഇവളെ ഒരു സ്കൂളിൽ ചേർത്ത് വിടണം. നീ എന്താ പറയുന്നത്? അതെ, പക്ഷേ നിങ്ങൾ പറയുന്നത് നല്ല കാര്യാ. പക്ഷെ ആളുകൾ എന്താ വിചാരിക്കാ? അവളെ കാണാൻ വളരെയധികം വിചിത്രത തോന്നുന്നില്ലേ? അപ്പോൾ ആരെങ്കിലും അവളെ വേദനിപ്പിച്ചാലോ? എല്ലാവരുടെ രക്ഷിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ഇപ്പോഴിവൾ നമ്മളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴിവളുടെ പൊറുപ്പ് നമ്മളുടെയാണ്. നമുക്ക് ഇവളെ പഠിപ്പിക്കാം. ഞാനിവിടെ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇല്ല മോളെ, ഇനി എപ്പോഴും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. പിന്നെ ബോലുവിന്റെ കൂടെ ചേർന്ന് നമുക്ക് വിദ്യാലയം പോവാം. വിദ്യാലയമോ? അതെ മോളെ, അവിടെയാണ് എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്നോട് ഈ ഒരു കാര്യം പറയോ മോളെ? നിന്റെ പേരെന്താണ്? എന്റെ പേര് ഇല്ല, ഞങ്ങള് മത്സ്യകന്യകൾക്ക് പേരിടാറില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്കൊരു പേരിടുവോ? അത് ശരി. ശരി മോളെ, ഇന്നു മുതൽ നിന്റെ പേര് പരി എന്നാണ്. കഥകളിലൊക്കെ കേൾക്കുന്നത് പോലെ. പരി, വളരെ നല്ല പേരാണല്ലോ. നന്ദി അമ്മേ. മത്സ്യകന്യകയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഒരു മാസം കടന്നുപോയി. ഗ്രാമം മുഴുവൻ മത്സ്യകന്യകയെ പറ്റിയുള്ള സംസാരമാണ്. മത്സ്യകന്യക ഇപ്പോൾ ഭോലുവിന്റെ കൂടെ സ്കൂളിൽ പോകുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ ഭോലു മത്സ്യകന്യകയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, അയ്യോ, എന്താ ഇത്? ഈ പഠിക്കാൻ എഴുതാനൊക്കെ വളരെ കഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വേഗം വീട്ടിലേക്ക് പോകണം. പക്ഷേ എനിക്ക് പഠിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. നിനക്കെന്താ ഇഷ്ടമല്ലാത്തത്? ഇതിലങ്ങനെ പിടിക്കാനുള്ളത് എന്താ ഉള്ളത്? നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ടാ പഠിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ് പോലു. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാ വാ, പോവാം. ഭോലുവിന് പെട്ടെന്ന് തല ചുറ്റാൻ തുടങ്ങി. അവൻ അബോധാവസ്ഥയിലായി വീണുപോയി. ഇത് കണ്ട് പേടിച്ചരണ്ട മത്സ്യകന്യക അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഭോലു, ഭോലു, എനിക്ക് ഭോലു, നിനക്ക് എന്തു പറ്റി? എണീക്ക് ഭോലു.
പെട്ടെന്ന് അങ്ങോട്ടേക്ക് അധ്യാപിക എത്തിച്ചേർന്നു. അവർ കണ്ടത് മത്സ്യകന്യക തന്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണീർ കയ്യിലെടുത്ത് അത് ഭോലുവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. എന്തു പറ്റി എനിക്ക്? ഞാൻ എവിടെയാ ഉള്ളത്? ഭോലു, വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു പറ്റി? നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? കരയല്ലേ, എനിക്ക് അപ്പപ്പോ എങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുക. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മോളെ പരി, നീ ഇത് എങ്ങനെയാ ചെയ്തത്? അത് എനിക്ക് അങ്ങയോട് പറയാൻ പറ്റില്ല. ശരി ശരി, ഒരു കുഴപ്പവുമില്ല. പരിയും ഭോലുവും തങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും മീനാക്ഷിയോടും ദിനേശിനോടും വിശദീകരിച്ചു. ഇവിടെ നോക്കുമോളെ, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ബോലുവിന് പല വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട്. അത് പിന്നെ അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവൻ എപ്പോഴെങ്കിലും ഇങ്ങനെ മയങ്ങി വീണു പോവും. ആ മോളെ, അത് ശരിയാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അമ്മ വിഷമിക്കാതിരിക്കൂ. ഒരു മത്സ്യകന്യകയുടെ കണ്ണീര് ദൈവത്തിന്റെ ഇച്ഛ കൊണ്ട് വരുന്നതാണെങ്കിൽ അത് ഏതൊരു രോഗത്തിനുമുള്ള ഏറ്റവും വലിയ പരിഹാരമാണ്. ഇപ്പോൾ ഭോലുവിന്റെ ഹൃദയത്തിന്റെ രോഗമെല്ലാം മാറിക്കഴിഞ്ഞു. എന്താ, സത്യമാണോ? അതെ അമ്മേ, എല്ലാം മാറി. മത്സ്യകന്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദിനേശിന്റെയും മീനാക്ഷിയുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണീർ വരാൻ തുടങ്ങി. പക്ഷേ മത്സ്യകന്യയുടെ ഈ പ്രവൃത്തിയിലൂടെ അവൾക്ക് കണ്ണീര് കിട്ടിയെന്ന് തോന്നുന്നു. ആ അധ്യാപിക ക്ലാസ് റൂമിലിരുന്ന് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പരി, നിനക്ക് മാത്രം എന്റെ ദുഃഖം മാറാൻ കഴിയൂ. അതെ പരി, അതെ. പിറ്റേ ദിവസം നേരം പുലർന്നു. ഭോലുവും മത്സ്യകന്യകയും സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. ആ അധ്യാപിക ഭോലുവിനെയും മത്സ്യകന്യകയെയും എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി അവിടെ പിടിച്ചു നിർത്തി. എന്താ പറ്റിയത് ടീച്ചറെ? ഞങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഇല്ല മോളെ, ഇല്ല. നിന്നിൽ നിന്നും യാതൊരു തെറ്റുകളും ഉണ്ടാവില്ല. നീ എപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് വന്നു അപ്പോൾ മുതൽ എല്ലാവരും സന്തോഷഭരിതരാണ്. അത് എന്താണ് കാര്യം ടീച്ചർ? നിക്ക്, ഞാൻ പറയാം. ഞാൻ രണ്ടുപേരിലും സംതൃപ്തയാണ്. നിങ്ങൾ രണ്ടുപേരും വളരെ നന്നായി പഠിക്കുന്നുണ്ട്. പിന്നെ പരി അന്ന് കാണിച്ച ഒരു അത്ഭുതമില്ലേ, ഞാനത് ഒരിക്കലും മറക്കില്ല. ആ 2 കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. ഓ എന്റെ പൊന്നോ, സ്വീറ്റ് ആണോ? ദേ പരി, നീ എടുത്തോളൂ. നിങ്ങൾക്ക് നന്ദി. ഭോലു, നന്ദി എന്ന് പറയൂ. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് ടീച്ചർ. കഴിക്കൂ, വേഗം കഴിക്കൂ. അവർ ആ ലഡ്ഡു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പേർക്കും ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. 2 പേരും കുറച്ചു സമയം കൊണ്ട് താഴേക്ക് വീണു. എന്റെ പരി, എങ്ങനെയുണ്ടായിരുന്നു മിഠായി? അധ്യാപിക അവർ 2 പേരെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കെട്ടിയിട്ടു. അവർ 2 പേർക്കും ബോധം വന്നപ്പോൾ ഭോലു കരയാൻ തുടങ്ങി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടീച്ചർ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ബാക്കി എല്ലാ അധ്യാപികമാരെയും സംശയത്തോടു കൂടി എല്ലാവരും കാണൂ. എനിക്കറിയാം, അന്ന് നിങ്ങൾ എന്റെ കണ്ണുനീരിലെ തിളക്കം കണ്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ അത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ബുദ്ധിയാണല്ലോ പരി. പക്ഷെ ഞാൻ എന്താ ചെയ്യാ? എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്താ ആഗ്രഹങ്ങളാ? നിങ്ങൾക്ക് വല്ല രോഗങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി തരില്ലേ? പക്ഷെ അതിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇപ്പോൾ നിന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നത് ഞാൻ കേട്ടിരുന്നേനെ. പക്ഷേ എനിക്ക് വേണ്ടത് നിന്റെ കണ്ണീര് മാത്രമാണ്. അതെനിക്ക് മരുന്നെന്ന പേരിൽ വിൽക്കണം. ഇതിനുശേഷം എനിക്ക് അധ്യാപികയായി ജോലി ചെയ്യേണ്ട, മനസ്സിലായോ? എന്നോട് ക്ഷമിക്കണം. എന്റെ കണ്ണീര് എന്റെ ആഗ്രഹപ്രകാരം വന്നാൽ മാത്രമേ അത് ജോലി ചെയ്യൂ. അങ്ങനെയാണോ? അപ്പൊ നീ കരയുകയില്ലേ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഭോലുവിനെ അടിക്കാൻ തുടങ്ങിയാലോ? അപ്പോഴും നീ കരയില്ലേ? അപ്പൊ നീ കരയോ അല്ലേ? വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഭോലുവിനെ ഒന്നും ചെയ്യല്ലേ. അധ്യാപിക പെട്ടെന്ന് തന്നെ ഭോലുവിന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കും മത്സ്യകന്യകയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി. വേണ്ട, ഭോലുവിനെ ഒന്നും ചെയ്യല്ലേ. എന്റെ കണ്ണീര് നിങ്ങൾ വേഗം എടുത്തോളൂ. ഈ കണ്ണീരിൽ നിന്ന് ഒരു തുള്ളി പോലും നഷ്ടപ്പെടാൻ പാടില്ല.
അധ്യാപിക പെട്ടെന്ന് ഒരു കണ്ണാടി പാത്രമെടുത്ത് പരിയുടെ കണ്ണുനീർ ശേഖരിക്കാൻ തുടങ്ങി. മതി മതി, ഈ കണ്ണുനീർ ധാരാളം മതി. ഇതിലെ ഒരു തുള്ളി കണ്ണീർ മതി ഒരു രോഗിയുടെ അസുഖം മാറാൻ. ഇപ്പൊ ഞങ്ങളെ വെറുതെ വിടൂ. ഞാൻ ആരോടും ഈ കാര്യം ഒരിക്കലും പറയില്ല. അമ്മേ, അച്ഛാ, എനിക്കിനി ഈ ഗ്രാമത്തിൽ ജീവിക്കുകയേ വേണ്ട. നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് പോ. അധ്യാപിക അവരുടെ കയറൂരാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇവര് നമ്മുടെ കയർ പോലും അയച്ചു വിട്ടിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ വിശപ്പോടെ ഇരിക്കാൻ പോവുകയാണോ? അപ്പോൾ പരിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ഇറ്റു. അപ്പോൾ പെട്ടെന്ന് ആ കയർ താനെ അഴിഞ്ഞു. അവൾ വേഗം വന്ന് ഭോലുവിന്റെ കയറും അഴിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി വേഗം തങ്ങളുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്ന ഉടനെ തന്നെ അവർ നടന്ന കഥകളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു. ഇവര് ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യമല്ല. ആ ശരിയാണ്, അവർ ചെയ്തത് തെറ്റാണ്. അവർ ചെയ്ത ഈ കാര്യം നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞേ മതിയാകൂ. വേണ്ട അമ്മേ, അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അമ്മയാണ്, എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? വേണ്ട അമ്മേ, ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് ലഭിക്കേണ്ട ശിക്ഷ തീർച്ചയായും അവർക്ക് തന്നെ കിട്ടും. അങ്ങനെയാണോ? അതെങ്ങനെയാണ് മോളെ? ഞാൻ പറയാം അച്ഛാ. അതായത് ഞങ്ങൾ മത്സ്യകന്യകകൾക്ക് ആ കണ്ണീർ രസായനം മാറ്റാൻ പറ്റും. അതെങ്ങനെ? കാരണം ആ അധ്യാപിക ശേഖരിച്ച കണ്ണീർ ശരിയായ കണ്ണീരല്ല, അതൊരു രസായനമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത രസായനം. അതുകൊണ്ട് ശരീരം മുഴുവൻ പൊള്ളിപ്പോകും. അതായത് ഞാൻ ശരിയാക്കുന്നത് വരെ ആ അസുഖം ഒരിക്കലും മാറില്ല. എന്നാൽ അവര് ആ കണ്ണുനീര് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ആ ശിക്ഷ വീണ്ടും കിട്ടുമോ? അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ലേ? എന്റെ പരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അപ്പൊ ഞാനുണ്ടല്ലമ്മോ ഇവളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയാണോ? പിന്നെ അവിടെ ആരാണ് കരഞ്ഞോണ്ടിരുന്നത്? എല്ലാവരുടെയും മുഖത്ത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്തോഷമെല്ലാം വന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. രാവിലെ തന്നെ ആരോ വീടിന്റെ കതക് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നെ രക്ഷിക്കൂ! ദിനേശ് വാതിൽ തുറന്നു. ഇത്രയും മോശമായിട്ട് ജോലി ചെയ്തതിനു ശേഷം നിങ്ങൾ ആരെ രക്ഷിക്കുക? എന്റെ രണ്ടു മക്കളെയും അപകടത്തിൽ പെടുത്തിയിട്ട് ഇവിടെ വന്ന് ഞങ്ങളോട് രക്ഷിക്കാൻ പറയുന്നോ? എന്നോട് ക്ഷമിക്കണം. ഈ അസുഖം ഒന്ന് മാറ്റി തരുമോ? എനിക്കിപ്പോ ശ്വാസം എടുക്കാൻ കൂടി പറ്റുന്നില്ല. അതൊക്കെ നിങ്ങൾ മുമ്പ് തന്നെ ആലോചിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചീത്ത ചെയ്താലേ ചീത്തതേ നടക്കുള്ളൂ. ഞാനിപ്പോൾ എന്റെ തെറ്റുകൾ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആകെ മതി മറന്നു പോയിരുന്നു. എന്നോട് ഒരേ ഒരു പ്രാവശ്യം ക്ഷമിക്കൂ. അച്ഛാ, ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ അധ്യാപികയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അത് അവരുടെ ജോലിയാണ് മോളെ. അത് സാരമില്ല അച്ഛാ. അച്ഛൻ തന്നെയല്ലേ പറയാറ് ദയയും ധർമ്മവും വേണമെന്ന്. ഇത്തവണ നമുക്ക് ഇവരെ വെറുതെ വിടാം. ഇനി അവര് ഒരിക്കലും ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ചെയ്യില്ലെന്ന് തോന്നുന്നു. ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും സംഭവിക്കും. നീ ഇപ്പോ വളരെ വലിയ പെണ്ണ് പോലെയാണല്ലോ നടക്കുന്ന മോളെ. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്യൂ. വരി ആ അധ്യാപികയെ വീണ്ടും ശരിയാക്കി. എങ്ങനെയോ എന്റെ മകൾ നിന്നെ ക്ഷമ തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനു ശേഷം നിന്നെ ഈ ഗ്രാമത്തെ ഞങ്ങൾ ആരും കാണാനേ പാടില്ല. കാരണം നീ നിന്റെ സ്ഥാനം വന്നിട്ട് വല്ലാതെ മോശമാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കൊച്ചിനെ നീ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ശരി, നിങ്ങൾ പറയുന്നത് പോലെ. അതിനുശേഷം ആ അധ്യാപികയെ ഗ്രാമവാസികൾ ആരും കണ്ടിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം പരി വീണ്ടും വിദ്യാലയത്തിൽ പോയി പഠിക്കാൻ തുടങ്ങി.